പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 20-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹവും നന്മയും സന്തോഷവും നൽകുന്ന ധന്യദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. ദ ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 7 വേഴ്സ് 15 നാം ഇപ്രകാരം വായിക്കുന്നു. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധന്യമായ പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ഒരു വ്യക്തിയാണ് ആമോസ്. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് തന്നെ തെക്കോവയിലെ ഇടയച്ചെറുക്കനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. 7-ാം അധ്യായത്തിലോട്ട് നാം വരുമ്പോൾ ദൈവം ആമോസിനോട് പറഞ്ഞ ദർശനം, അരുളപ്പാട് ഒട്ടും മറച്ചു വെക്കാതെ ഇസ്രായേൽ രാജാവായ യൊരോബയാമിനെതിരെ താൻ തന്റെ ദൗത്യം നിർവഹിച്ചു. ആ സമയത്ത് ബേഥേലിലെ പുരോഹിതനായ അമസ്യാവ് ഇതാ ആമോസിനെതിരെ യൊരോബയാമിനോട് പറയുകയാണ്, നിനക്കെതിരെ ആമോസ് പ്രവചിക്കുന്നു. എന്നിട്ട് ആമോസിനോട് അമസ്യാവ് പറയുകയാണ്, എടോ ദർശക, നീ ബേഥേലിൽ പ്രവചിക്കരുത്. നീ യഹൂദയിലേക്ക് കാണും ഓടിപ്പോയി അവിടെ പോയി അഹോവൃത്തി കഴിച്ചോണം. അതുകൊണ്ട് ഇവിടെ നീ പ്രവചന ശുശ്രൂഷ വേണ്ട. അതിന് അമസ്യാവിനോടുള്ള മറുപടിയാണ് ഇന്ന് നാം വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്. അമസ്യാവിനോട് എന്താണ് പറയുന്നത്? എന്നെ ദർശക എന്നും പ്രവാചക എന്നും അതുപോലെ പ്രവചന ശുശ്രൂഷ ചെയ്ത് അഹോവൃത്തി കഴിക്കുന്ന ഒരാളെന്നും കരുതണ്ട. ഞാൻ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലേ അല്ല. ഞാൻ അത്തിപ്പഴം പറക്കുന്നവനും ആടുകളെ മേയ്ക്കുന്നവനുമായ ഒരിടയച്ചെറുക്കനാണ്. എനിക്കൊരു തൊഴിലുണ്ട്. അല്ലാതെ ഞാൻ തൊഴിലില്ലാതെ ഇതുകൊണ്ട് ഉപജീവിക്കാൻ ഇറങ്ങിയവനല്ല. ആ കാര്യങ്ങളിലെ ഏറ്റവും ഉന്നതമായ ഒരു പണി തന്നെയാണ് ആടുകളെ പാലിക്കുക. നമുക്കറിയാം, ദാവീദ് ഇസ്രയേലിന്റെ രാജസ്ഥാനത്ത് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ദാവീദിന്റെ ജോലി? അതെ, അതുകൊണ്ട് ആമോസ് പറയുകയാണ്, എനിക്ക് ഇതല്ലെങ്കിലും നീ പറയുന്ന പോലെ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഉപജീവിക്കും. എനിക്കൊരു തൊഴിലറിയാം. പക്ഷേ അമസ്യാവേ പുരോഹിത, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ പിടിച്ചു, എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. അത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2025 മാർച്ച് മാസം 20-ാം തീയതി വ്യാഴാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആമോസിനെ സ്വർഗത്തിലെ ദൈവം പിടിച്ച് തന്റെ വലിയ ദർശന ദൗത്യവും
അരുളപ്പാടും കൊടുത്ത് ഒരു വലിയ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചുവെങ്കിൽ എന്നെയും നിങ്ങളെയും തൊടുന്ന ദൈവമുണ്ട്. തന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിന്നും തനിക്ക് വേണ്ടി വേർതിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ ദൈവം ഒന്ന് തൊടണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടായേക്കാം. കർത്താവേ, ഞങ്ങളുടെ കൊച്ചുമക്കൾ ഇതാ മൊബൈലിന് അടിമകളായിരിക്കുന്നു. അവർ പൊതുവെ അനുസരണശീലമില്ലാതെ പോകുന്നു. വേദപുസ്തകം വായിക്കുന്നില്ല, സൺഡേ സ്കൂളിൽ പോകുന്നില്ല, ആരാധനയിൽ സംബന്ധിക്കുന്നില്ല, കർത്തൃമേശയിൽ പങ്കുചേരുന്നില്ല. അവർക്ക് രഹസ്യമായി പലവിധ ഇടപാടുകളുണ്ട്, അനാവശ്യ കൂട്ടുകെട്ടുകളുണ്ട്. ദൈവമേ, എന്റെ കുഞ്ഞിനെ ഒന്ന് തൊടണമേ, അവനെ നീ ഒന്ന് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടാവാം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, സ്വർഗത്തിലെ ദൈവം തന്റെ പദ്ധതി കാലാകാലങ്ങളിൽ ചെയ്തെടുക്കും. നമ്മെ ഓരോരുത്തരെ കുറിച്ചും, നമ്മുടെ മക്കളെ കുറിച്ചും, നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ചും ദൈവം ചിലത് പ്രീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആ ഓൺ ടൈമിൽ തമ്പുരാൻ ആ വ്യക്തികളെ പിടിക്കും, തനിക്ക് വേണ്ടി വേർതിരിക്കും. നാം വേദപുസ്തകം വായിക്കുമ്പോൾ എത്ര ശക്തന്മാരായ ആളുകളെ തമ്പുരാൻ തന്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഇവിടെ ആമോസിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു ഇടയച്ചെറുക്കനാ, പറയാൻ മറ്റൊന്നുമില്ല. എന്നാൽ അവിടെ നിന്നും ഒരു ദർശകനായി, പ്രവാചകനായി, എന്തിനേറെ പറയുന്നു, വേദപുസ്തകത്തിൽ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധന്യമായ പ്രവചന ശുശ്രൂഷ ചെയ്ത് സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു മഹൽ വ്യക്തിയായി മാറുവാൻ ദൈവനിയോഗം ഉണ്ടായി. പ്രിയ ദൈവമക്കളെ, നമ്മെ ചിലർക്ക് പുച്ഛമായിരിക്കാം. ഇന്ന ആള് ഇന്ന വീട്ടിലെ അല്ലേ, ഇന്ന ആളിന്റെ മകനല്ലേ, മകളല്ലേ, അവരുടെ കുടുംബ പശ്ചാത്തലം എനിക്കറിയാം, അവരെങ്ങനെ ജീവിച്ചതെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മെ താഴ്ത്തിക്കെട്ടുകയും കളിയാക്കുകയും പലവിധത്തിൽ അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ആമോസിനെ പിടിച്ച ദൈവം എന്നെയും നിങ്ങളെയും കണ്ടെത്തി കഴിഞ്ഞാൽ നിന്ദിക്കുന്നവരുടെ മുമ്പാകെ വന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ പത്രോസിനെയും സഹ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയാണ്, അവർ പഠിപ്പില്ലാത്തവരാണ്, സാമാന്യ ജനമാ മാത്രമാണ്, അവർക്ക് പറയത്തക്ക യാതൊരു ക്വാളിറ്റിയും ഇല്ല. പക്ഷേ അവരിൽ വ്യാപരിക്കുന്ന ശക്തി വളരെ വലുതാണ്. അതെ, 50 ദിവസം പുറകിൽ യേശുവിനെ ക്രൂശിക്കാൻ പിടിക്കുന്നതിന്റെ പുറകിലായി ഞാനവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് പരിശുദ്ധാത്മ നിറവിൽ വിളിച്ചു പറയുകയാണ്, അതെ, നിങ്ങൾ അടിച്ച, നിങ്ങൾ ക്രൂശിച്ച, നിങ്ങൾ കൊന്ന ആ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ആ യേശുവിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് ഞങ്ങളെ ഇത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ നിലയിലേക്ക് ഇതാ പ്രിയ സാധാരണക്കാരായ മീൻപിടുത്തക്കാരായ പത്രോസും കൂട്ടരും ഉയരുവാനിടയായി. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും ലോകത്തിന്റെ കണ്ണു നോക്കുന്നത് പല പേരുകളിലും, പല നിലകളിലും, പല തട്ടുകളിലുമാ. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും മാനിക്കുവാൻ തുടങ്ങിയാൽ, പ്രിയമുള്ളവരെ, അത് ദൈവിക പദ്ധതിയിൽ നമ്മെ ദൈവം ഉയർത്തുവാൻ നിശ്ചയിച്ചെടുത്ത് കൊണ്ടെത്തിക്കുവാൻ മതിയായവനും വിശ്വസ്തനുമാണ്. അതുകൊണ്ട് ഭാരത്തിലോ വേദനയിലോ സങ്കടത്തിലോ വിഷമത്തിലോ ഈ പ്രഭാതത്തിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്റെ കുഞ്ഞ് പരീക്ഷ എഴുതി പല പ്രാവശ്യം എഴുതി തോറ്റുപോയല്ലോ, ഇപ്പോഴും എഴുതുകയാണ്.
വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി പ്രാവശ്യം വിസ റിജക്റ്റായി. എലിജിബിലിറ്റി എക്സാമിന് വേണ്ട സ്കോർ കിട്ടുന്നില്ല. വിവാഹപ്രായമെത്തി, അല്ല വിവാഹപ്രായം കഴിഞ്ഞു. നല്ല നല്ല ആലോചനകൾ വന്നു. അതെ, ഈ വിവാഹം നടക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. അവസാനം ആ വിവാഹവും നടക്കാതെ പോയി. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു, തലമുറകളില്ല. 2-3 പ്രാവശ്യം കൺസീവായി, പക്ഷേ അത് നഷ്ടമായി പോയി. ഒരു തലമുറയില്ല. ജോലി പലപ്പോഴും കരങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയതാണ്, നഷ്ടമായി. ഭവനത്തിന്റെ പണി ആഗ്രഹത്തോടെ തുടങ്ങി, വർഷങ്ങൾ പലത് കഴിഞ്ഞു, പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. ജോലി ചെയ്യുന്നുണ്ട്, ഭർത്താവിനും ഭാര്യയ്ക്കും അത്യാവശ്യം നല്ല ശമ്പളം ലഭിക്കുന്നുമുണ്ട്. പക്ഷേ മാസാവസാനം എത്തുമ്പോൾ 1 രൂപ പോലും കയ്യിലില്ല. കടമേടിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ദീർഘവർഷങ്ങളായി മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്നു. പക്ഷേ സമ്പാദ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല. ഒരു ഭവനം ചമയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോകുന്നു നമ്മുടെ സങ്കടങ്ങളുടെ പട്ടിക. അതെ, ഇടയ ചെറുക്കനെ ദൈവിക പദ്ധതി അനുസരിച്ച് സ്വർഗം പിടിച്ചു, ഒരു ദൗത്യമേൽപ്പിച്ചു, ഉന്നതമായ ശുശ്രൂഷയിൽ കൊണ്ടുവന്നു. പരാജയപ്പെട്ടവരെ, മനം തകർന്നിരിക്കുന്നവരെ, സങ്കടത്താൽ തല കുനിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പേ അകെ നിൽക്കുവാൻ പറ്റാതെ വണ്ണം വിഷമത്തിലും പ്രതിസന്ധിയിലും ജാള്യതയിലും ആയിരിക്കുന്നവരെ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പിടിക്കട്ടെ, നിങ്ങളെ തൊടട്ടെ. അതെ, അത്തിപ്പഴം പറക്കി നടന്ന, ആടുകളെ മേയിച്ചു നടന്ന തെക്കോവയിലെ ഇടയ ചെറുക്കനായ ആമോസ് ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ആമോസിനെ പിടിച്ചുവെങ്കിൽ ഇന്ന് പകൽ നമ്മെ സ്വർഗം പിടിക്കട്ടെ. നമ്മുടെ ആൺമക്കളെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ ബിസിനസിനെ, നമ്മുടെ ആരോഗ്യത്തിനെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ തമ്പുരാൻ തൊടട്ടെ. മേൽ വിവരിക്കപ്പെട്ടതുപോലെ വേദനയിൽ, സങ്കടത്തിൽ, നിരാശയിൽ എണ്ണി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയുള്ള സകല വിഷയത്തെയും തമ്പുരാൻ പിടിക്കട്ടെ, തൊടട്ടെ. ഇന്ന് വിടുതൽ ഉണ്ടാവട്ടെ. അങ്ങനെ ജീവജലത്തിന്റെ ശ്രോതാക്കളായ എന്റെ പ്രിയ ദൈവജനമേ, നിങ്ങളെ സ്വർഗത്തിലെ ദൈവം സ്പർശിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ദൈവത്തെ അറിയാത്തവരുണ്ടോ? ദൈവമായിട്ട് ബന്ധം പുലർത്താത്തവരുണ്ടോ? യേശുവിനെ രക്ഷകരായി സ്വീകരിക്കാത്തവരുണ്ടോ? വചനം വായിക്കാത്തവരുണ്ടോ? ആരാധനയ്ക്ക് പങ്കെടുക്കാത്തവരുണ്ടോ? അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്ന ആൺമക്കളോ പെൺമക്കളോ നിങ്ങൾക്കുണ്ടോ? ഞാൻ ഇത്രയും കണ്ണുനീരൊഴിച്ചിട്ടും ദൈവമേ, എന്റെ ഈ വിഷയത്തിന് ഒരു മാറ്റമില്ലല്ലോ എന്ന് വേദനിക്കുന്നവർ നിന്നെ കേൾക്കുന്നുണ്ടോ? ഈ പറയപ്പെട്ട സകല വിഷയത്തേലും നമ്മുടെ തലമുറയുടെ മേലും ചോദ്യങ്ങൾ ചോദിച്ച് നിന്റെ ദൈവം എവിടെയെന്ന് നമ്മോട് ചോദിക്കുന്നവരെ സ്വർഗം ഇന്ന് പകൽ പിടിക്കട്ടെ, അവരെ സ്പർശിക്കട്ടെ. അവരെ ദൈവം പുതിയ നിയോഗങ്ങൾ ഏൽപ്പിച്ച് കർത്താവിന് വേണ്ടി ഉപയോഗിക്കട്ടെ. അമസ്യാവ് ആമോസിനെ കളിയാക്കി ഇടോ ദർശക എന്ന് വിളിച്ച് ബഥേലിൽ പ്രവചിക്കാതെ ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ ആമോസ് വിനയാന്വിതനായി പറയുക, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകന്റെ ശിഷ്യനുമല്ല, ഞാൻ കാട്ടത്തിപ്പഴം പറക്കി നടന്നവനാ, ആട്ടിടയ ചെറുക്കനാ. എന്നാൽ എന്നെ സ്വർഗത്തിലെ ദൈവം പിടിച്ചു. ഇന്ന് പകൽ ദൈവം നിങ്ങളെ തൊടട്ടെ.
പിടിക്കട്ടെ. ദൈവമില്ല എന്നും നിരീശ്വരവാദ ചിന്തയിലും ദൈവഹിതത്തിന് വിപരീതമായും കഴിയുന്നവരെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ചില മാനസിക ഭാരങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, കുടുംബത്തിന്റെ വിഷയങ്ങൾ നിങ്ങളെ പിടിച്ചതാണെന്ന് തിരിച്ചറിയുക. മടങ്ങി വരിക. ഇത് മടങ്ങി വരുവാനുള്ള അവസരമാണ്. അതെ, ആ വിളിയേറ്റെടുത്തുകൊണ്ട് ദൈവവരങ്ങൾ സമർപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. എത്ര ശക്തനായി പുതിയ നിയമത്തിന്റെ ശൗൽ ദൈവവേലയ്ക്കും ദൈവമക്കൾക്കുമെതിരെ ഓടി നടന്നോ, അതിലും അതിശക്തനായി പൗലോസ് എന്ന പേരിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഓടി. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളുടെ രചയിതാവാക്കി കർത്താവ് മാറ്റിയെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പ്രായഭേദമന്യേ നമ്മിൽ നിറവേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കാണട്ടെ, നമ്മെ പിടിക്കട്ടെ, നമ്മെ തൊടട്ടെ, നമ്മെ വിളിക്കട്ടെ, തന്റെ നിയോഗം നമ്മുടെ മേൽ ഏൽപ്പിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അമസ്യാവ് പുരോഹിതനായിരുന്നുവെങ്കിലും യൊരോബെയാമിനോട് ആമോസിനെ കുറിച്ച് ദൈവഹിതമല്ലാത്തത് പറയുകയും ആമോസിനെ കളിയാക്കുകയും ചെയ്തപ്പോൾ തന്റെ അവസ്ഥ ആമോസ് പുരോഹിതനായ അമസ്യാവിനോട് പറഞ്ഞത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പാ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ, ഞങ്ങളുടെ ശുഷ്കിച്ച അവസ്ഥ, ഞങ്ങളുടെ പരാജയത്തിന്റെ അവസ്ഥ അവിടുന്ന് ഇന്ന് കാണണമേ, അവിടുന്ന് അറിയണമേ, അവിടുന്ന് ഞങ്ങളെ പിടിക്കണമേ. അപ്പാ, ഞങ്ങളുടെ ആൺമക്കളെ, ഞങ്ങളുടെ പെൺമക്കളെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ആരോഗ്യത്തെ, ഞങ്ങളുടെ ജോലിയെ, ഞങ്ങളുടെ സമ്പത്തിനെ, ഞങ്ങളുടെ ശുശ്രൂഷയെ അപ്പൻ തൊടണമേ. ഇന്നത്തെ ദിനം ഒരു വലിയ ദൈവിക സ്പർശനം അനുഭവിപ്പാൻ ഇടയാകണമേ. അവിടുന്ന് ഞങ്ങളെ പിടിക്കുകയും അങ്ങയുടെ വേലയ്ക്കായി ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. അങ്ങനെ ദൈവരാജ്യത്തിന്റെ വലിയ പദ്ധതിക്കായി ഞങ്ങളെ ഉപയോഗിച്ച് യുഗായുഗങ്ങൾ അങ്ങയോട് ചേർന്ന് വസിപ്പാനിടയാകണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ആമോസിനെ പിടിച്ച ദൈവം ഇന്ന് നമ്മെ പിടിക്കട്ടെ. നമ്മുടെ നിസ്സഹായതയും ഇല്ലായ്മയും പരാജയവും കഴിവുകുറവും സകല പോരായ്മയും അറിയുന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ പിടിച്ച് തന്റെ ദൗത്യമേൽപ്പിച്ച് ധന്യമായ ജീവിതത്തിന്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നമ്മെ ഉപയോഗിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.